Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 3-ാമത്തെ ചാപ്റ്ററായ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ടാണ്. സ്വകാര്യ പൊതു ആഗോള സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സ്വകാര്യ മേഖലയെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. പ്രൈവറ്റ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് ബിസിനസ് ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് സ്വകാര്യ മേഖലയിൽപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സാണ് പ്രൈവറ്റ് സെക്ടർ. അതിന് എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിനിങ് ദ ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനിയൊക്കെ അതിന് എക്സാമ്പിളാണ് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് സെക്ടറിനെ കുറിച്ചിട്ടാണ്. പബ്ലിക് സെക്ടർ കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓർ പാർട്ട്ലി ഓർ ഹോളി ഓൺഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, പാർട്ട് ഓഫ് മിനിസ്ട്രി ഓർ കം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദി പാർലമെൻറ്റ്. അതായത് പാർട്ടായിട്ടോ ഫുള്ളായിട്ടോ ഗവൺമെൻറ് ഓൺ ചെയ്യലാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് പാർലമെൻറ്റ് നിയമപ്രകാരമൊക്കെ സ്ഥാപിതമായതാണ് പബ്ലിക് സെക്ടർ. അതായത് പൊതുമേഖലയിൽ മുഴുവനായിട്ടോ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഉടമസ്ഥതയിലുള്ളതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഏതെങ്കിലും മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഉള്ളതോ പാർലമെൻറ്റ് പ്രത്യേകം നിയമം വഴി നിലവിൽ വന്നതുമായ സ്ഥാപനങ്ങളൊക്കെയാണ് പബ്ലിക് സെക്ടർ എന്ന അണ്ടറിൽ വരുന്നത്. Public sector consists of various organizations owned and managed by the government, partly wholly owned by the central or state government, part of ministry or come into existence by a special act of the parliament. പബ്ലിക് സെക്ടറിൽ പ്രധാനമായിട്ടും 3 സംഘടനകളാണുള്ളത്. ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ പബ്ലിക് എൻ്റർപ്രൈസിൽ ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്, വകുപ്പ് തല സംരംഭം. സെക്കൻഡ് വൺ പബ്ലിക് കോർപ്പറേഷൻ, പൊതു കോർപ്പറേഷനുകൾ. തേർഡ് വൺ ഗവൺമെൻറ് കമ്പനീസ്. ഇനി നമുക്ക് ഓരോ ഫോംസിനെ കുറിച്ചിട്ടും പറയാണ്. ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്. ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് മീൻസ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി മിനിസ്ട്രി. അതായത് ഒരു മന്ത്രിതലത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പൊതുമേഖലാ സംരംഭങ്ങളാണ് വകുപ്പ് തല സംരംഭങ്ങൾ. അതായത് ഓരോ മന്ത്രാലയത്തിൻ്റെ കീഴിലായിരിക്കും, മിനിസ്ട്രി ലെവലിൻ്റെ കീഴിലായിരിക്കും ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്. അതിന് എക്സാമ്പിൾ പറയുന്നത് ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശനൊക്കെ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സിന് എക്സാമ്പിളാണ്. കാരണം ഓരോ വകുപ്പാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടിങ്. അതായത് ഫണ്ട് കംസ് ഡയറക്ട്ലി ഫ്രം ദി ഗവൺമെൻറ് ട്രഷറി ആസ് ആനുവൽ അപ്രോപ്രിയേഷൻ ഫ്രം ദി ബഡ്ജറ്റ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് റവന്യൂ ഏൺഡ് ഈസ് പെയ്ഡ് ടു ദി ട്രഷറി. അത് സർക്കാരിൻ്റെ ബജറ്റിൽ വർഷം തോറും വകയിരുത്തുന്ന തുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നടത്താൻ ഉപയോഗിക്കുന്നത്. അതായത് സർക്കാർ ഓരോ ബജറ്റ് അവതരണം എന്ന് പറയില്ല, ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന ക്യാഷ് അതിനനുസരിച്ചിട്ട് അതിന് പ്രത്യേകം നീക്കി വെക്കും. ഓക്കെ, അതിൻ്റെ ഫണ്ട് ത്രൂ ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നാണ്. അടുത്തത് ഓഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദേ ആർ സബ്ജക്റ്റ് ടു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് കൺട്രോൾ ഓഫ് ദി മാനേജ്മെൻറ്റ്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതായത് ഗവൺമെൻറ്റാണ് ക്യാഷ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങും ഗവൺമെൻറ് തന്നെ അവരുടെ കൺട്രോളിലാണ് മുന്നോട്ട് പോകുന്നത്. ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ആർ ഗവൺമെൻറ് സർവൻറ്റ്. അവിടുത്തെ എംപ്ലോയീസിനെ ഈ സംരംഭങ്ങളിലെ ഉദ്യോഗസ്ഥർ സർക്കാർ ജീവനക്കാരെന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് മിനിസ്ട്രി കൺട്രോൾ. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി മിനിസ്ട്രി. മന്ത്രാലയത്തിൻ്റെ ഡയറക്റ്റ് കീഴിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദെൻ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. എന്താണ്? ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ മിനിസ്ട്രി കൺസേൺ സിൻസ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് ഡയറക്ട്ലി അണ്ടർ ദ മിനിസ്ട്രി. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ ഭരണ മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ നല്ല ഉത്തരവാദിത്തപ്പെട്ടുണ്ടാവും, നല്ല അക്കൗണ്ടബിലിറ്റി അവർക്ക് ഉണ്ട്. ഓക്കെ, ഉത്തരവാദിത്ത ബോധമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായി പറയുന്നത്. ഫസ്റ്റ്, ഫണ്ട് കിട്ടുന്നത് ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നാണ്. പിന്നെ സബ്ജക്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്.
ദെൻ എംപ്ലോയീസിനെ ഗവൺമെൻറ് സർവൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൺട്രോൾ മിനിസ്ട്രി ലെവലിലാണ് കൺട്രോളിങ് വരുന്നത്. അക്കൗണ്ടബിലിറ്റി ഗവൺമെൻറ്റിന് ഉണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ അടുത്തത് നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് ആണ് അല്ലേ. ഫസ്റ്റ് വൺ കൺട്രോൾ ഓഫ് പാർലമെൻ്റ് ആണ്. ഇത്തരം വകുപ്പുകളുടെ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പാർലമെൻറ്റിന് ഫലപ്രദമായ നിയന്ത്രണമുണ്ട്. ദെൻ പബ്ലിക് അക്കൗണ്ടബിലിറ്റി, ദീസ് അണ്ടർടേക്കിംഗ് എൻഷ്യൂർ ഹൈ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി, അതായത് സംരംഭങ്ങൾക്ക് പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, ദെൻ സോഴ്സ് ഓഫ് റെലവൻറ്റ് ടു ഗവൺമെൻറ്, അതായത് സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സാണ്. കാരണം ഗവൺമെൻറ് ഇറക്കുന്ന ക്യാഷാണ്, അതുകൊണ്ട് തന്നെ അവർക്കുള്ള വരുമാനം ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഓക്കെ, റവന്യൂ ഏൺ ഗോസ് ഡയറക്ട്ലി ടു ദി ട്രഷറി. Okay, then national security. In the national security aspect, this one is the most suitable asset under the direct control and supervision of the concerned ministry. അത് ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും കൺട്രോളിങ്ങിലും ആയതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസിൽ ഫസ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ഗവൺമെൻറ് കീഴിലായതുകൊണ്ട് തന്നെ മച്ച് ഇൻ്റർഫിയറൻസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് ഇൻഫ്ലെക്സിബിൾ ആണ്. അതായത് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല, അവരുടെ കൺട്രോളാണ്, ഒരു ചേഞ്ചും പറ്റില്ല. ദെൻ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അത് ഉറപ്പാണല്ലോ അല്ലേ. എംപ്ലോയീസ് ഓർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹാവ് ടു ഗിവ് അപ്രൂവൽ ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ. ദിസ് ലീഡ്സ് ടു ഡിലേ മാറ്റേഴ്സ് വെർ പ്രോംപ്റ്റ് ഡിസിഷൻ ആർ ടു ബി ടേക്കൺ. അതായത് അവർക്ക് എന്ത് കാര്യങ്ങൾക്കും ഡിലേ വരും. പ്രധാന തീരുമാനമൊക്കെ ഗവൺമെൻറ് അടുത്തുനിന്ന് കിട്ടേണ്ടതുകൊണ്ട് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് വരും. ദെൻ അണേബിൾ ടു ടാപ്പ് ബിസിനസ്, അതായത് നല്ല ബിസിനസ് അവസരങ്ങൾ മുതലാക്കാനാവാത്തൊരവസ്ഥ വരും. അതായത് കൂടുതൽ കൺട്രോളിങ്ങും ഓവർ കോഷൻ, അതായത് ഗവൺമെൻറ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒരുപാട് ലാഭം കിട്ടുന്ന ഏരിയ കണ്ടാലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് പെർമിഷനോട് കൂടിയേ നടത്താൻ പറ്റുള്ളൂ. അതൊരു ഫോൾട്ടായിട്ട് പറയാം. അണേബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഫോർത്ത് പോയിൻ്റ് പറയുന്നത് റെഡ് ടാപ്പിസം, ചുവപ്പ് നാട. അതിൽ ഡെയിലി റെഡ് ടാപ്പിസം ഡേ ടു ഡേ ഓപ്പറേഷനിൽ ലീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾക്കും ആ ചുവപ്പ് നാട ഗവൺമെൻറ് ഓർഡറല്ലേ, അപ്പോൾ അവരുടെ സാങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചുവപ്പ് നാടാന്നാണ് പറയല്. കാരണം ആ ഫയലിൽ പെട്ടാൽ പിന്നെ കുടുങ്ങിയതാണ് അല്ലേ. അപ്പോൾ അതുപോലെ ആ റെഡ് ടാപ്പിസം എന്നുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഡിസിഷന് ഡിലേ വരും, തീരുമാനം എടുക്കാൻ വൈകും. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. പിന്നെ ദീസ് അണ്ടർടേക്കിങ്സ് ആർ സബ്ജക്റ്റ് ടു ദ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ത്രൂ ദി മിനിസ്ട്രി. അതായത് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ മിനിസ്ട്രീൻ്റെ കീഴിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവും. അതൊരു ഫോൾട്ടായിട്ട് പറയാം. ദെൻ കൺസ്യൂമർ നീഡ്സ് ഇഗ്നോർഡ്. ഇവിടെ നമ്മൾ ഉപഭോക്താക്കളുടെ ആവശ്യമല്ല പരിഗണിക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് സാങ്ഷനും കാര്യങ്ങളാണ്. അപ്പം ദേ ആർ യൂഷ്വലി ഇൻസെൻറ്റീവ് ടു കൺസ്യൂമർ നീഡ്സ് ഡു നോട്ട് പ്രൊവൈഡ് ടൈംലി സർവീസസ്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സർവീസിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അവർ ഗവൺമെൻറ് സർവീസ് എന്നുള്ള ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അതൊരു ഫോൾട്ടായിട്ട് നമുക്ക് പറയാം. കൺസ്യൂമർ നീഡ്സ് ഇഗ്നോർഡ്. അപ്പം ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി അയവില്ല. ദെൻ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാൻ വൈകും. ദെൻ അണേബിൾ ടു ടാപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. ദെൻ റെഡ് ടാപ്പിസം, ചുവപ്പ് നാടയിൽ പ്രശ്നമുണ്ട്. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും അല്ലാതെ വരുന്നുണ്ട്. ദെൻ കൺസ്യൂമർ നീഡ്സ് ഇഗ്നോർഡ്. ഓക്കെ, ഇനി അടുത്തൊരു പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞു. സെക്കൻഡ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. Statutory corporation is a public sector organization established by a special act of parliament or സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക നിയമം മുഖേന സ്ഥാപിക്കപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നിയമാധിഷ്ഠിത കോർപ്പറേഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. ഓക്കെ, ഇത്തരം സ്ഥാപനങ്ങളുടെ അധികാരം, പ്രവർത്തനം, ജീവനക്കാർക്കുള്ള ചട്ടങ്ങളും നിയമവ്യവസ്ഥകളും സ്ഥാപനത്തിന് സർക്കാരുമായുള്ള ബന്ധം മുതലായ നിയമങ്ങൾ നിർവഹിച്ചിരിക്കുന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോണ്ട് ബൈ സ്പെഷ്യൽ ആക്ട്, അതായത് പ്രത്യേക നിയമപ്രകാരം, പാർലമെൻറ്റിൻ്റെ പ്രത്യേക നിയമപ്രകാരമാണ് രൂപീകരിച്ചത്. ദെൻ ഓണർഷിപ്പ്, ഇറ്റ് ഈസ് ഹോളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ്.
അതായത് ഫുള്ളായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് ഓൺ ചെയ്യുന്നത്. ദെൻ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, വേറിട്ടുള്ള നിയമപരമായ അസ്തിത്വം. അതായത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറിട്ട അസ്തിത്വം ഇതുള്ളത് കൊണ്ട് തന്നെ സ്വന്തം നിലക്ക് കേസ് കൊടുക്കാൻ പറ്റും. കോർപ്പറേഷനെതിരെ മറ്റുള്ളവർക്ക് കേസ് കൊടുക്കാം, സ്വന്തം പേരിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഇവയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കഴിയും. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഓട്ടോണമിയാണ്. അതായത് ധനപരമായ സ്വയം ഭരണാവകാശമാണ്. ഫിനാൻഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. അതിനാവശ്യമുള്ള ക്യാഷ് നമുക്ക് ലോണായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ഓൺ ചെയ്തിട്ടോ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഫിനാൻഷ്യൽ ഓട്ടോണമിയിൽ പറയുന്നതാണ്. ദെൻ നോ ഗവൺമെൻറ് സർവൻറ്റ്സ്, എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെൻറ് ഓർ സിവിൽ സർവൻറ്റ്സ്, ഹെൻസ് ദേ ആർ നോട്ട് ഗവേൺഡ് ബൈ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സർക്കാർ ജീവനക്കാരല്ല ഇവർ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലുള്ളത് സർക്കാർ ജീവനക്കാരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരല്ല. അതിനാൽ സർക്കാർ ചട്ടങ്ങളോ നിയമവ്യവസ്ഥകളോ അവർക്ക് ബാധകമല്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ സർവീസ് മോട്ടീവാണ്. എ പബ്ലിക് ഓപ്പറേഷൻ വർക്ക് പ്രിലിമിനറി ഫോർ സർവീസ് ആൻഡ് പ്രോഫിറ്റ് ഈസ് ഓൺലി സെക്കൻഡറി ആണ്. അതായത് അവരുടെ ലക്ഷ്യം സേവനമാണ്, പിന്നെ പ്രോഫിറ്റ് അല്ല. ഓക്കെ, പൊതു കോർപ്പറേഷനുകളുടെ സേവനത്തിന് പ്രാമുഖ്യം നൽകും, ലാഭത്തിന് അവർ രണ്ടാമത്തെ ചാൻസേ കൊടുക്കുന്നുള്ളൂ. ദെൻ ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്, സ്വതന്ത്രമായ കണക്കുകളും ഓഡിറ്റും നടത്താം. കാരണം സ്ഥാപനത്തിന് അതിൻ്റേതായ കണക്കുകളും ഓഡിറ്റും നടപടിക്രമങ്ങളും ഉണ്ട്. കണക്കുകൾ സർക്കാരിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, സർക്കാർ ബജറ്റുമായി ബന്ധവുമില്ല. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ മെറിറ്റ്സ് ആണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ്, ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഉയർന്ന തോതിലായവ്. അതായത് പിന്നെ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞത് സർക്കാർ ബജറ്റിൽ നിന്നല്ല, ഗവൺമെൻറ് ബജറ്റ് പ്രകാരം അവതരിപ്പിച്ചതൊന്നുമല്ല ഫിനാൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. കാരണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും, എന്ത് കാര്യങ്ങളും. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്, സർക്കാർ ഇടപെടലിൻ്റെ അഭാവം. കാരണം ഗവൺമെൻറ് വല്ലാതെ ഇടപെടില്ല. കാരണം അവരുടെ ബജറ്റിലല്ല, അവരുടെ ഫണ്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് വല്ലാതെ ഇല്ല. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓട്ടോണമസ് സ്റ്റാറ്റസ് ആണ്. അതായത് സ്വയംഭരണാവകാശമാണ്. സ്വയംഭരണാവകാശ പദവി ഉള്ളതിനാൽ ഇവർക്ക് പ്രത്യേക നിയമത്തിൻ്റെ പരിധിയൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനത്തെ സഹായിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരവും അതേസമയം സ്വകാര്യ മേഖലയുടെ മുൻകൈയെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കൂട്ടിയിണക്കി വൻ സാമ്പത്തിക വികസനത്തിന് വേണ്ട സംഭാവന നൽകാൻ ഇവർക്ക് കഴിയും. കാരണം സ്വന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് പോയിൻ്റ് സ്റ്റെബിലിറ്റി, സുസ്ഥിരത, രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ബാധിക്കാത്തതിനാൽ ഒരു ദീർഘകാല ബിസിനസ് നയം അനുവർത്തിക്കാൻ ഇവർക്ക് കഴിയും. അതായത് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു പൊളിറ്റിക്കൽ ചേഞ്ച്. ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കാത്തത് കൊണ്ട് ഇറ്റ് ഹാസ് സ്റ്റെബിലിറ്റി ആൻഡ് ദെയർഫോർ ഇറ്റ് ഫോളോ ലോങ് ടേം ബിസിനസ്. അതായത് രാഷ്ട്രീയ ഇടപെടലൊന്നും വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലിമിറ്റേഷൻസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ് ടു റൂൾ ആൻഡ് റെഗുലേഷൻസ്. അതായത് ചട്ടങ്ങൾക്കും നിയമവ്യവസ്ഥകൾക്കും വിധേയമാണ്. ധാരാളം ചട്ടങ്ങളും നിയമവ്യവസ്ഥകളും വിധേയമാകുന്നതിൻ്റെ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് കുറവായിരിക്കും. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്നത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. അതായത് രാഷ്ട്രീയ ഇടപെടൽ. ഒരുപാട് ക്യാഷ്, അത്യാവശ്യം വലിയ ഫണ്ട്, ഭീമമായ ഫണ്ടൊക്കെ ഉള്ളൊരു വർക്കാണെങ്കിൽ അവിടെ രാഷ്ട്രീയ ഇടപെടൽ നന്നായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. മൂന്നാമത്തെ പോയിൻ്റ്, ചാൻസസ് ഓഫ് കറപ്ഷൻ, അഴിമതി സാധ്യത. ഉദ്യോഗസ്ഥർ സ്വയംഭരണ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് അഴിമതിക്കൊക്കെ കാരണമാകും. ദെൻ ഫോർത്ത് പോയിൻ്റ്, ഇൻഎഫിഷ്യൻസി. അതായത് കാര്യക്ഷമത കുറവായിരിക്കും. കാരണം അവരോട് പ്രോഫിറ്റിനേക്കാളെതിരെ അവർക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് സർവീസാണ്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ഓഫ് പ്രോഫിറ്റ് മോട്ടീവ് ലീഡ്സ് ടു ഇൻഎഫിഷ്യൻസി. ഓക്കെ, ദെൻ ഡിലേ ഇൻ ആക്ഷൻ.
അതായത് കോർപ്പറേഷൻ ബോർഡ് കൺസിസ്റ്റ് ഓഫ് അഡ്വൈസർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് കോർപ്പറേഷൻ ബോർഡിൽ ഉപദേശകരെ നിയമിക്കുന്നത് കൊണ്ട് സർക്കാർ അടിയന്തര തീരുമാനം കൈക്കൊള്ളാനൊക്കെ ഒരുപാട് കോർപ്പറേഷൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകും. കാരണം തീരുമാനം എടുക്കാൻ അഡ്വൈസറി ബോർഡിനെ നിയമിക്കും ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അതതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് പറയാം. മൂന്നാമത്തെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനിയാണ്. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെൻറ് കമ്പനി ഈസ് എ ഫോം ഓഫ് പബ്ലിക് എൻ്റർപ്രൈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ആൻഡ് ഗവൺമെൻറ് ബൈ ദി പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സ്ഥാപിക്കപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് കമ്പനികൾ. ഓക്കെ, അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനി ഈസ് എ കമ്പനി in which not less than 51% of the paid up capital is held by the central government or by any state government or partly by central government and partly by one or more state governments. എന്താ അങ്ങനെ പറഞ്ഞാൽ ഒരു കമ്പനിയിലെ അടച്ചു തീർത്ത മൂലധനത്തിൻ്റെ 51% കുറയാത്ത ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടായിട്ട് ഭാഗികമായി കേന്ദ്ര ഗവൺമെൻറ്റോ ഒന്നോ അതിലധികമോ സംസ്ഥാന ഗവൺമെൻറ്റോ കൈവശം വെക്കുകയാണെങ്കിൽ ആ കമ്പനിയെ സർക്കാർ കമ്പനി എന്ന് പറയും. അതായത് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കമ്പനിയിൽ അടച്ചു തീർത്ത ക്യാപിറ്റലിൻ്റെ 51%, 51% കൂടുതൽ ഗവൺമെൻറ് കയ്യിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലോ ആണെങ്കിൽ അത്തരം കമ്പനിയെ പറയുന്ന പേരാണ് ഗവൺമെൻറ് കമ്പനീസ്. ഓക്കെ, 2013 കമ്പനി ആക്ട് പ്രകാരമാണ് ഇങ്ങനൊരു ഡെഫിനിഷൻ. ക്ലിയർ? ഒന്നുകൂടി പറയാം. ഗവൺമെൻറ് കമ്പനി ഈസ് എ ഫോം ഓഫ് പബ്ലിക് എൻ്റർപ്രൈസ്, പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. Then, according to the Indian Companies Act 2013, a government company is a company in which not less than 51% of the paid up capital is held by the central government or by any state government or partly by central government and partly by one or more state government. That is called a government company. ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. ഫസ്റ്റ് വൺ, ഇൻകോർപ്പറേറ്റഡ് ബോഡി. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ് രൂപീകരിച്ചത്. സെക്കൻഡ് പോയിൻറ്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. തനതായ നിയമപരമായ അസ്തിത്വമുണ്ട്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ആഫ്റ്റർ രജിസ്ട്രേഷൻ ഇറ്റ് ഗെറ്റ്സ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എപാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. കാരണം നമ്മൾ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനി ഒരു വ്യക്തി എന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാം. ദെൻ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദ മാനേജ്മെൻറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. അതായത് കമ്പനി ആക്റ്റിൽ പറയുന്ന പ്രകാരം ഭരണനിർവഹണ കമ്പനി ആക്ടിൻ്റെ വകുപ്പുകൾ പ്രകാരമാണ് നടത്തുന്നത്. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതങ്ങനെ പറഞ്ഞാൽ നമ്മളവിടെ മെമ്മോറാണ്ടം പഠിച്ചിട്ടാ, ഇവ കമ്പനിയുടെ മുഖ്യമായ പ്രമാണങ്ങളാണ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ. കണക്ക് ഓഡിറ്റ് നടപടികൾ. ആക്ട് പ്രകാരം സർക്കാർ കമ്പനികൾ അതിൻ്റെ ഓഡിറ്റ്, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. ദെൻ ഫണ്ട്. സിക്സ്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടാണ്. അതായത് പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നത് സർക്കാർ ഓഹരി മൂലധനത്തിൽ നിന്നും മറ്റു സ്വകാര്യ ഓഹരി ഉടമകളിൽ നിന്നുമാണ്. കാരണം 51% ആ ഷെയർ കളക്ട് ചെയ്യുമ്പം മോർ ദാൻ 51% ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, ബാക്കി ആർക്കുണ്ടാവുള്ളൂ? പ്രൈവറ്റ് ഫേമിന് അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സിന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെറിറ്റ്സ് ഓഫ് കമ്പനി, ഗവൺമെൻറ് കമ്പനിയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈസി ഫോർമേഷൻ. കാരണം സുഗമമായി രൂപീകരിക്കാൻ പറ്റും. കാരണം ഗവൺമെൻറ് കമ്പനി ക്യാൻ ബി ഈസിലി ഫോംഡ് ബൈ ദി ഫുൾഫില്ലിംഗ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനി ആക്ട് പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുണ്ട്. ആ ആക്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോം ചെയ്യാൻ പറ്റുന്നതാണ് ഗവൺമെൻറ് കമ്പനി. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്.
ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എപ്പാർട്ട് ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക ഒരു അസ്തിത്വം തന്നെ അവർക്കുണ്ട്. കാരണം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനിയെക്കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. ദെൻ തേർഡ് പോയിൻറ്റ്, ക്വിക്ക് ഡിസിഷൻ. അതായത് ഇറ്റ് എൻജോയ് autonomy in all managerial decision action can be taken according to business prudence. അതായത് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അവർക്ക് അതിനുള്ള ഓട്ടോണമസ് സ്വയംഭരണ അധികാരം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ദെൻ ഫോർത്ത് പോയിൻറ്റ്, എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസ്. അതായത് ഗവൺമെൻറ് കമ്പനീസ് എൻജോയ് ദി റൈറ്റ്, ഇമ്മ്യൂണിറ്റീസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസ്. ബെനിഫിറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടറിൻ്റെ സ്വകാര്യ മേഖലയിലെ അവകാശങ്ങളും പോലെ തന്നെ നന്നായിട്ട് ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് സ്ഥാപനം പോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് മെറിറ്റ് എന്ന് പറയുന്നത് കർബ് അൺഹെൽത്തി ബിസിനസ് പ്രാക്ടീസ്. അതായത് അനാരോഗ്യപരമായ ബിസിനസ് പ്രയോഗങ്ങൾ ഇല്ലാതാക്കും. അതായത് റീസണബിൾ പ്രൈസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് റീസണബിൾ പ്രൈസ് ദേ ഹാവ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് കർബ് അൺഹെൽത്തി ബിസിനസ് പ്രാക്ടീസ്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ന്യായമായ വിലയിൽ സാധനങ്ങളും സേവനങ്ങളും സജ്ജമാക്കുക, കമ്പോളത്തിലെ സജീവ സാന്നിധ്യം കൊണ്ട് തന്നെ അവർ മാർക്കറ്റിൽ നല്ല ഒരു എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് സ്റ്റാഫാണ്. സ്റ്റാഫ് അംഗങ്ങളുടെ കാര്യക്ഷമത. ദേ ക്യാൻ ഫ്രെയിം ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്. സോ ദേ ക്യാൻ അപ്പോയിൻറ്റ് പ്രൊഫഷണൽ പീപ്പിൾ വിത്ത് ബെറ്റർ സർവീസ് കണ്ടീഷൻ. അതായത് നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാനേജീരിയൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ രീതിയിൽ അവർ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. അത് തന്നെ നല്ല കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ലഭിക്കും. മെറിറ്റ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനീസിൽ ഫസ്റ്റ് ഈസി ഫോർമേഷൻ. ഗവൺമെൻറ് ആക്ട് പ്രകാരം പെട്ടെന്ന് ഫോം ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ദെൻ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം പെട്ടെന്ന് എടുക്കാൻ പറ്റും. പ്രൈവറ്റ് കമ്പനിയെ പോലെയുള്ള രീതിയിൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം. ദെൻ കർബ് അൺഹെൽത്തി ബിസിനസ് പ്രാക്ടീസ് കുറവായിരിക്കും. ദെൻ എഫിഷ്യൻറ്റ് സ്റ്റാഫ് ആയിരിക്കാം. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ്, ഓട്ടോണമി നോട്ട് ഇൻ റിയാലിറ്റി. ഫലത്തിൽ സ്വയംഭരണാവകാശമില്ല. ഓട്ടോണമസ് ആണെന്ന് പറയാം, പക്ഷേ സിൻസ് ദി ഗവൺമെൻറ് ഇറ്റ് ഈസ് ഓൺലി ഷെയർ ഹോൾഡേഴ്സ് ഇൻ സം ഓഫ് ദി കമ്പനീസ്, പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ഡു നോട്ട് ഹാവ് മച്ച് റെലവൻസ്. അതായത് ചില കമ്പനികളിലെ ഓഹരി ഉടമകൾ സർക്കാർ മാത്രമായതിനാൽ കമ്പനി ആക്ടിലെ നടപടി വ്യവസ്ഥകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം മിക്കവാറും ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഓട്ടോണമി ആണെന്ന് പറയാം, എന്നാൽ റിയലായിട്ട് ഓട്ടോണമി കിട്ടില്ല, സ്വയംഭരണാവകാശം കിട്ടില്ല. സെക്കൻഡ് പോയിൻറ്റ്, നോ അക്കൗണ്ടബിലിറ്റി. ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം കമ്പനികളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് മുഖ്യ ഓഹരി ഉടമയായ സർക്കാരിനാണെങ്കിലും സർക്കാരിന് പാർലമെൻറ്റിന്മേൽ നേരിട്ട് ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ്റിന് അവരെ പാർലമെൻറ്റിൽ ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തേർഡ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മെയിൻ പർപ്പസ് ഡിഫീറ്റഡ് ആണ്. പ്രധാന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അതായത് ബീങ് മേജർ ഷെയർ ഹോൾഡർ, ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് മാനേജേഴ്സ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഡിഫീറ്റ് ദി മെയിൻ പർപ്പസ് ബൈ രജിസ്റ്ററിങ് ലൈക്ക് അതർ കമ്പനീസ്. അതായത് മുഖ്യ ഓഹരി ഉടമ നിലക്ക് കമ്പനിയുടെ കാര്യനിർവഹണവും നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെൻറ്റിനായിരിക്കും. അത് ഇത്തരം കമ്പനികൾ മറ്റൊരു കമ്പനിയും പോലെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പരാജയപ്പെടും. കാരണം അവർ കറക്റ്റായിട്ട് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആണ്. അതായത് രാഷ്ട്രീയ ഇടപെടൽ അല്ലേ. കമ്പനിയുടെ ഡയറക്ടർ, ദർ ആർ ചാൻസസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ബിക്കോസ് ഡയറക്ടർ ആർ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് പേഴ്സൺ. ഗവൺമെൻറ് കമ്പനിയിലെ ഡയറക്ടർമാരെ നിയമിക്കുന്നത് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ അവർ നിയമിക്കുമ്പോൾ അത്യാവശ്യം പാർട്ടി ലെവലിൽ വരും. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ദെൻ നോ ഇനിഷ്യേറ്റീവ്, മുൻകൈ എടുക്കാനുള്ള വിമുഖത. അതായത് ഡയറക്ടർമാരും ഉദ്യോഗസ്ഥരും ലാഭവിഹിതം ലഭിക്കാത്തവരായതിനാൽ കമ്പനി കാര്യങ്ങളിൽ സജീവ താല്പര്യം എടുക്കില്ല. കാരണം ഡയറക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് മേ നോട്ട് ടേക്ക് അച്ചീവ് ഇൻട്രസ്റ്റ് ആസ് ദി ബിക്കോസ് ദേ ഹാവ് നോ ഷെയർ ഇൻ ദി പ്രോഫിറ്റ്.
ഡയറക്ടേഴ്സിനും സ്റ്റാഫിനും ഒന്നും പ്രോഫിറ്റ് കിട്ടില്ല. അവർക്ക് അവരുടെ സാലറി എന്നുള്ള ലെവലിൽ മാത്രമേ കിട്ടുള്ളൂ, കോമ്പൻസേഷന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിഷ്യേറ്റീവ്, ഒരു മുൻകൈ എടുക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്ത് മുന്നോട്ട് പോയാലേ നല്ല രീതിയിൽ വിജയിക്കുള്ളൂ. അത് ഇവിടെ കുറവാണ്. അത് അതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് പറയാം. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. ഫസ്റ്റ് വൺ, ഓട്ടോണമി നോട്ട് ഇൻ റിയാലിറ്റി. അതായത് പിന്നെ ഏറ്റവും സ്വയംഭരണ അവകാശമാണ് എന്നാൽ റിയലായിട്ട് അങ്ങനെ അല്ല. ദെൻ നോ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം ഇല്ല. ദെൻ മെയിൻ പർപ്പസ് ഡിഫീറ്റഡ്, യഥാർത്ഥ ലക്ഷ്യം പരാജയപ്പെടും. ദെൻ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, രാഷ്ട്രീയ ഇടപെടലുണ്ടാവും. നോ ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കാനുള്ള വിമുഖത കാണിക്കും. ഇതെല്ലാം ഗവൺമെൻറ് കമ്പനിയുടെ ഫോൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ പോയിൻ്റായിരുന്നു? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ 3 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്, അതായത് എൻ്റർപ്രൈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി, മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ്. ദെൻ പബ്ലിക് കോർപ്പറേഷൻ, അതായത് പബ്ലിക് കോർപ്പറേഷൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതായത് പാർലമെൻറ്റ് ആക്ട് പ്രകാരം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് സ്പെഷ്യൽ പാർലമെൻറ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. ദെൻ തേർഡ്, ഗവൺമെൻറ് കമ്പനി, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. പിന്നെ ഏറ്റവും ഷെയറിൻ്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 51%, മോർ ദാൻ 51% ഗവൺമെൻറ് അണ്ടറിലായിരിക്കും. ഇത്തരം കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനി. ഓക്കെ, ഈ 3 അണ്ടർടേക്കിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ 3 അണ്ടർടേക്കിങ്സിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് കേൾക്കുക. ഓരോ പോയിൻറ്റും ലെക്ചർ നോട്ടാക്കി എഴുതി വെക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.